ബഹുമാനീയരും പ്രിയമുള്ളവരുമായ യാത്രക്കാരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില ഭാഗങ്ങൾ മാത്രം പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്നതായ വളരെ വേദനിപ്പിക്കുന്നതായ വിഷയം, അത് മയക്കുമരുന്ന്. പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വാർത്തകളിലൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങൾ അതിപ്പോൾ വളരെ ശക്തിയോടെ കേരളത്തിൽ എല്ലായിടത്തും വിതരണം ചെയ്തുകൊണ്ട് ഒക്കെ ഇരിക്കുന്നതായി നമുക്ക് പത്രങ്ങളിലൂടെ ഒക്കെ കാണുവാൻ കഴിയുന്നു. ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ സമൂഹമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്നു. സാധുക്കളായ മനുഷ്യർ അറിയാൻ പാടില്ലാതെ ചെന്ന് വീഴുന്ന കെണികളാണ് ഇതൊക്കെ. ഇന്നത്തെ മനോരമയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും, 10 പേർക്ക് HIV രോഗബാധയും കൂടി ഉണ്ടായിരിക്കുന്നു ഇത് മുഖാന്തരം. കാരണം ഓരോരുത്തരും ഒരു സിറിഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ എടുത്തതാണ് അതിന് കാരണം. ഇപ്പോൾ സാധുക്കളായ മനുഷ്യരിതൊന്നും അറിയാതെയാണ് വലിയ കെണിയിലേക്ക് ചെന്ന് ചാടുന്നത്. വാസ്തവമായും ആർക്കാണ് അവരെ രക്ഷിക്കുവാൻ കഴിയുന്നത്? HIV ബാധിച്ചവരെ വൈദ്യശാസ്ത്രത്തിൽ ഇതുവരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പ്രതിവിധി വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇതൊക്കെയും മയക്കുമരുന്നിൽ നിന്ന് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളാണ്. അത്തരം ദൂഷ്യവശങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകാതിരിക്കണമെങ്കിൽ മനുഷ്യൻ കുറേയും കൂടി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, ജീവിതത്തെ പറ്റി പഠിക്കേണ്ടതുമുണ്ട്. ഞാൻ ബൈബിളിലെ ഒരു കാര്യം പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അജ്ഞാതദേവൻ എന്ന മേലെടുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അപ്പൊ അഥേനയിൽ അതിഭയങ്കരമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവർ വിശ്വസിച്ചിരുന്നതായ എല്ലാ ദേവന്മാർക്കും അവർ പൂജയും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തിയിട്ടും ആ പകർച്ചവ്യാധി യാതൊരു കുറവും വരാതെ, ഒരു ശമനവുമില്ലാതെ അത് വീണ്ടും വ്യാപിച്ചുകൊണ്ടിരുന്നു. അപ്പോഴവർ 2 ആടുകളെ അരയോപകക്കുന്നെന്ന് പറയുന്ന ആ കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ആ ആടിനെ 2നെയും അവിടെ ബലി കഴിച്ചു. അവിടെ എന്നിട്ട് ഒരു കല്ല് കുഴിച്ചിട്ടു, അതിൽ അജ്ഞാതദേവനെന്ന ഒരു മേലെഴുത്തും എഴുതി വെച്ചു. അതാണ് അവിടെ നടന്ന സംഭവം. അപ്പൊ അത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അന്ധവിശ്വാസത്തെയാണ് ആ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ അല്പനേര സമയത്തെ ഒരു സുഖത്തിനു വേണ്ടി, അല്ലെങ്കിൽ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ ഈ ലോകത്തെ മറന്ന് ഏതാ ഒരു ലോകത്ത്, ഒരു പ്രത്യേകമായ ഒരു ലോകത്ത് കൂടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഈ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്. എന്നാൽ അവർ നിത്യമായ നാശത്തിലേക്ക് പോകുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. ആരുടെയാണെങ്കിലും ജീവന് വലിയ വിലയുള്ളതാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ബൈബിളിൽ പിന്നെയും ഒരു കാര്യം പറയുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീം എന്ന് പറയുന്ന ഈജിപ്തിൽ 430 സംവത്സരം ഈജിപ്തിലെ ഫറവോന്റെ അടിമകളായി ജീവിച്ചു. ഒടുവിൽ ഈജിപ്തിലെ ഫറവോൻ
ഒരഭ്യന്തര കലഹമുണ്ടായെന്നാൽ ഇസ്രായേൽ ജനം ജയിക്കുകയും അവരെ സ്വന്തം രാജ്യം വിട്ടു പോകുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചുകൊണ്ട് ഇസ്രായേലിലെ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞു കുട്ടികളെയൊക്കെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാൻ തുടങ്ങി. ആൺകുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെയല്ല, ആൺകുഞ്ഞുങ്ങളെയൊക്കെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാനിടയായിട്ടാണ്. അപ്പോഴാണ് അവർ ദൈവത്തെ വിളിക്കുന്നത്. ഇസ്രായേൽ ജനം ഏതാണ്ട് 20 ലക്ഷത്തിലധികം ജനങ്ങളാണെന്ന് ഇസ്രായേലിലുണ്ടായിരുന്നത്. അവരവരുടെ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിനല്ലാതെ ഈജിപ്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ മറ്റാർക്കും കഴിയുകയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ ആ നിലവിളി കേൾക്കുകയും അവരെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. അതിന് മോശ എന്ന് പറയുന്ന ഒരു പുരോഹിതനെയാണ്, പ്രവാചകനെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. മോശ പല പ്രാവശ്യം ചെന്ന് ഫറവോനോട് പറഞ്ഞു, ഈ ജനത്തെ വിട്ടയക്കണം, അവർക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരിക്കലും ഫറവോൻ അത് അനുവദിച്ചില്ല. കാരണം മിസ്രയീമ്യർക്ക് ജോലി ചെയ്യുവാനൊന്നും അറിയാൻ പാടില്ല. അവർ ഈ ഇസ്രായേൽ ജനത്തിനെ കൊണ്ട് ജോലി ചെയ്യിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉളവാക്കിയത് ഇസ്രായേൽ ജനം മാത്രമായിരുന്നു. അപ്പോഴായതിനാൽ മിസ്രയീമ്യരുടെ ജീവനാടി തന്നെയാണ് ഇസ്രായേൽ ജനം. അത് കാരണം ഒരിക്കലും അവരെ സ്വതന്ത്രരായി വിടുവാൻ മിസ്രയീമ്യർ അല്ലെങ്കിൽ ഈജിപ്തിലെ ഫറവോൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അപ്പോഴാണ് ഈജിപ്തിൽ ദൈവം 10 ബാധകളെ അയച്ചു ഫറവോന്റെ മുൻപിലേക്ക്, ആ രാജ്യത്തേക്ക്. ഈ 10 ബാധകളും ഈജിപ്തിൽ സർവനാശം വരുത്തിയപ്പോൾ 20 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേൽ ജനം അവിടെ സുരക്ഷിതമായി. അവരെ ആരും മേലും ദൈവമയച്ച ഈ ബാധ ഏൽക്കുകയോ അതുകൊണ്ടൊരു ക്ഷീണമോ അവർക്ക് സംഭവിച്ചില്ല. പ്രിയമുള്ളവരെ, ഇപ്പോഴും അത് തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ സാക്ഷ്യമുള്ളവരാണ്. അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ കൊച്ചുകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരാരുടെ കൂടെയാണ് കൂട്ടുകൂടി നടക്കുന്നത് എന്നൊക്കെ നാം ഓർക്കാറുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നതാണ്, 18 വയസ്സിന് താഴെ പ്രായമുള്ള 588 കുട്ടികളാണ് മയക്കുമരുന്നിന് അടിമകളായി ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോഴറിയാത്തവർ എത്ര പേരായിരിക്കുമുള്ളത്? അത് 2 മാസം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ കുറെ നാളത്തേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ സുഗമമായി നടന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് എപ്പോഴും വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ആരൊക്കെയായിട്ടാണ് അവർ കൂട്ടുകൂടുന്നത്? അവർ പഠിക്കുന്ന സ്കൂള് എത്ര ഉന്നതമായിരുന്നാലും അവിടെ ഇതൊക്കെയും സംഭവിക്കാവുന്നതാണ്. ആയതിനാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മിസ്രയീമിൽ 20 ലക്ഷത്തിലധികം ഇസ്രായേൽ ജനം പാർത്തിരിക്കുമ്പോഴും അവിടെ ദൈവമയച്ച ബാധ ഈ ഇസ്രായേൽ ജനത്തിന് യാതൊരു ദോഷവും ചെയ്തില്ല എന്നുള്ളതാണ്. അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്കായി നിൽക്കുന്നത് ദൈവമാണ്. അവരുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ് അവർ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ നാം ഓർക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്, നാം വിശ്വസിക്കേണ്ടതാണ്. കാരണം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതെന്നാൽ എത്ര വലിയ കാറ്റ് വന്നാലും എത്ര വലിയ മഴ പെയ്താലും ആ അടിസ്ഥാനത്തിൽ നിന്ന് ആ വീട് ഇളകി നശിച്ചു പോവുകയില്ല. എന്നാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ടൊരു വീട് പണിതാലോ വെള്ളം പൊങ്ങി വരുമ്പോൾ, കാറ്റതി ശക്തമായി അടിക്കുമ്പോൾ ആ വീട് തകർന്നു പോകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് ഞാൻ പിന്നെയും പറയുക, മിസ്രയീമിൽ
ദൈവത്തിന്റെ 10 ബാധ ഈജിപ്തിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ 20 ലക്ഷത്തിലധികം ദൈവജനം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് യാതൊരു കേടും സംഭവിച്ചില്ല. അവിടെ അവരൊന്നിനും ഭയപ്പെട്ടില്ല. അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം കാണും. സമാധാനം നമ്മളെ തേടി നാം സമാധാനത്തിന് വേണ്ടി അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് നമ്മുടെ വീടുകളിൽ അത് നിലനിൽക്കും എന്നും എന്നേക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വിശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ, അതാണ് യേശു ഈ ലോകത്ത് താൻ കടന്നു വന്നപ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സുവിശേഷം. അതാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന്. അപ്പോൾ മാനസാന്തരത്തിന്റെ പ്രവൃത്തികൾ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നാം ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്. നമുക്കത് വലിയ അനുഗ്രഹം തന്നെയായിരിക്കും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സമാധാനമില്ലെങ്കിൽ നാം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? എന്നാൽ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും, നമുക്ക് സുഗമമായി ഉറങ്ങുവാനും കഴിയും. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുത്, ഇന്നിപ്പോൾ 10 പേർക്ക് HIV ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വാർത്തകളിൽ കൂടി കാണുവാൻ കഴിഞ്ഞു. അവരുടെ ജീവിതം എങ്ങനെയാണ്? അവരെ രക്ഷിക്കുന്നതാരാണ്? അവർ ഓരോ ദിവസവുമല്ല, ഓരോ സെക്കൻഡിലും അവർ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും? എന്നാൽ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഈ ജീവിതത്തിൽ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവമായും അറിയുന്നത്. പ്രിയമുള്ളവർ, അതിനാരെങ്കിലും കൊടുക്കാണ്ടോ? ദൈവം കൊണ്ട് കൊടുക്കണം ഇല്ല. അങ്ങേര് കനിഞ്ഞാലേ ഉള്ളൂ. ഇത് ചോദിച്ചാൽ നിങ്ങളിപ്പം ഇത് ചെയ്യുന്നുണ്ട്, അത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് പറയാം, കൃത്യമായിട്ട് പറയാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കാം. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവകാശമില്ല. ഇതിന്ന് പ്രസംഗിക്കാം, പ്രസംഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം നല്ല നന്മയ്ക്ക് വേണ്ടി വരണം എന്നാണ്. ഈ ഇതിനകത്ത് എത്ര എന്താണ്ട് ജില്ലാ ആശുപത്രിക്കകത്ത് ഞാൻ ഒരാളിനെ പറയാം, ജില്ലാ ആശുപത്രിക്കകത്ത് ഒരാളെ ചാവാൻ കിടക്കണം, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ കാര്യം തമ്പുരാന്റെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഒരുത്തൻ ക്യാൻസർ ഉള്ള ഒരുത്തനാ. അതാ പറഞ്ഞത്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്റെ ജീവിതത്തിലെ അനുഭവം, ഞാൻ ഞാനും മദ്യപിച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജില്ലാ ആശുപത്രിയിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്റെ ജീവിത അനുഭവത്തിൽ സംസാരിച്ചിട്ട് വല്ല കാര്യം എന്റെ ജീവിത അനുഭവത്തിൽ യേശു എനിക്ക് ഏത് ഉപകാരമാണ് ഞാൻ പറയുന്നത്. യേശു ചെയ്യുന്നതല്ല, നന്മ ചെയ്യണത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ നല്ലതും ചെയ്യുമോ? അതും കൂടെ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കണം. തീർച്ചയായിട്ടും അതും കൂടെ തയ്യാറെടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല വിഷയം, നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഒരാളിന് ഒരു അന്നം മേടിച്ചു കൊടുക്കുന്നത് ഏറ്റവും വലുത്. അന്നദാനം, മഹാദാനം, അത് ചെയ്യാം. ഞാൻ ചെയ്യുന്നതിലും ഏറ്റവും വലുത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമ്മുടെ ലോകത്ത് ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാവുന്നത്, ബഹുമാന്യനായ സഹോദര, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൂലിപ്പണിക്കാരന് ചെയ്യാവുന്ന പരിധിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. യേശു എനിക്ക് ചെയ്ത ഉപകാരമാണ് ഞാൻ പറയുന്നത്. എനിക്കത് വിളിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടായിരിക്കും, പണക്കാരൊക്കെ കാണും, അവർ കൊടുക്കാതിരിക്കും. ഞാൻ ഒരു നേരത്തെ ആഹാരം ആരെങ്കിലും മേടിച്ചു കൊടുക്കണം. അന്നദാനം, മഹാദാനം, ഈ പ്രസംഗത്തിലല്ല കാര്യം. അന്നദാനം, മഹാദാനം, അതാദ്യം ചെയ്യും. പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കണം.